നമസ്കാരം. എൻ്റെ പേര് നസീമ. ഞാൻ ഇന്നൊരു ട്രോമ ഇൻഫോംഡ് ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്. അതിനർത്ഥം തടസ്സങ്ങളൊന്നുമില്ലാതെ പൂവിട്ട പാതയിൽ കൂടി വന്നു എന്നല്ല. ഞാനിത് ഒരു പെബിളാണ് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സ്ട്രഗിൾസും സത്യത്തിൽ ഇതുപോലൊരു പെബിൾ പോലെയാണ്. നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പെബിളിനെടുത്ത് കണ്ണിനോട് അങ്ങ് ചേർത്ത് വയ്ക്കും. അപ്പോൾ നമ്മുടെ കാഴ്ചയും ഈ ലോകക്കാഴ്ചകളുമൊക്കെ കുറച്ച് നേരത്തേക്ക് നമുക്ക് മറഞ്ഞിരിക്കും. അതേസമയം ഇതിനെ ഒന്ന് ഇത്തിരി ദൂരത്തിൽ വെച്ചാൽ നമുക്കറിയാം ഇതൊരു പെബിളാണെന്നുള്ളത്. എന്നാൽ ഇതങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പാത തുടർന്നാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒത്താൽ തിരിച്ച് വന്ന് ഈ പെബിൾസൊക്കെ പിറക്കിയെടുത്ത് ഒരു എംപയർ സൃഷ്ടിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്ത ഒരാളാണ്. നമ്മൾ ഓരോ മനുഷ്യരും ട്രോമ എന്താണെന്ന് അറിയണം. ട്രോമ എന്ന് പറയുമ്പോൾ ഒരു യുദ്ധമോ അല്ലെങ്കിൽ വലിയ മോട്ടോർ ആക്സിഡൻറ്റോ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളല്ല. ഒരു കുഞ്ഞിൻ്റെ പിന്നിൽ വലിച്ചടയ്ക്കപ്പെടുന്ന ഒരു ഡോറിൻ്റെ ശബ്ദം പോലും ട്രോമയാകാം. അങ്ങനെ നമ്മൾ ചിന്തിച്ചെടുത്താൽ കഴിയുന്നത്ര ജീവിതത്തിൽ ഈ ട്രോമകൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ആ ട്രോമകൾ എങ്ങനെ നമ്മളെ ട്രിഗർ ചെയ്യുന്നു, ഇതൊക്കെ ഒരു തിരിച്ചറിവ് നമുക്ക് വരും. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ കഴിയുന്നത്ര ഇത്തരം ട്രോമകൾ ഉണ്ടാകാതെ നമ്മുടെ കുട്ടികളെ നമുക്ക് ചേർത്ത് പിടിച്ച് ആദ്യത്തെ ഒരു 6-7 കൊല്ലമെങ്കിലും ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നമുക്ക് കൊടുക്കാം. ശേഷം അവരെ യൂസ് ചെയ്യട്ടെ, അവരുടെ സെൻസും ഓർഗൻസും ഒക്കെ കൊണ്ട് ഒരു ഫുൾ ഹ്യൂമൻ ബീയിങ് ആയിട്ട്, വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള, കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള, അവരുടെ ജീവിതം അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു 20 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളിൽ നിന്ന് മാറി നിന്ന് അവർക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവട്ടെ. നമ്മുടെ കുട്ടികൾ നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ എക്സ്റ്റൻഷൻ ആകാൻ പാടില്ല. അതെന്ത് തന്നെ ആയാലും, ഞാനൊരു ഡോക്ടർ ആയിക്കോട്ടെ, എൻജിനീയർ ആയിക്കോട്ടെ, അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ട്രാൻസിൽ ഞാൻ ജീവിച്ചാൽ എൻ്റെ കുട്ടി എൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് എനിക്ക് ഇടുങ്ങിയ ചിന്താഗതി വരാം. അതൊന്നുമല്ലാതെ ഓരോ കുട്ടിയും ഒരു ഇൻഡിവിജ്വലാണ്. ആ ഇൻഡിവിജ്വലിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് ഒരു മാതാവിന്, പിതാവിന്, ടീച്ചേഴ്സിന്, മറ്റ് കെയർ ടേക്കേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ആ നിലയിൽ നമ്മളൊന്ന് ഉയർന്ന് ചിന്തിച്ചാൽ നമ്മൾ ഈ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ എന്ന നിലയിൽ നമ്മളും സൊല്യൂഷൻ ഗിവേഴ്സാവും. നമ്മൾ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുകയുമില്ല.